മാറൽ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കി SFIO. എക്സാലോജിക്കുമായി ഇടപാട് നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ശേഖരിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത്. 8 സ്ഥാപനങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് SFIയുടെ നീക്കം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് വാർത്ത നൽകിയത് റോഷിപാലാണ്. റോഷിപാൽ, 8 സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ശേഖരിച്ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. SFIO പിടിമുറുക്കുകയാണോ? ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? വിനീത, ഇടവേളയ്ക്ക് ശേഷമാണ് CMRL മാസപ്പടി വിവാദത്തിൽ SFIയുടെ നിർണായകമായ നീക്കം നടക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം 8 പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്നും വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു, രേഖകൾ ശേഖരിച്ചു. എക്സാലോജിക്, മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയുള്ള എക്സാലോജിക് കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ 8 സ്ഥാപനങ്ങളിലെ രേഖകളാണ് അവർ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഈ രേഖകളുടെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നു. ഇത് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ പേരെ, ഈ സ്ഥാപനങ്ങളുടെ ഉടമകളെയും ഒപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും അടക്കം വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് SFIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും JDT ഇസ്ലാമിക്, ഒപ്പം CSI കാരക്കോണം CSI മെഡിക്കൽ കോളേജ്, അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി, റിൻസ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ 8 സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ CMRLലെ ഉദ്യോഗസ്ഥർ, KSIDCയിലെ മുൻ ഡയറക്ടർമാർ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് SFIയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ചോദ്യം ചെയ്യുമെന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം KSIDC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വിനീത, സംശയമില്ല, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും എക്സാലോജിക്കിന് ആരൊക്കെ സാമ്പത്തികമായി അവർ പണം നൽകിയിട്ടുണ്ടോ, ആരൊക്കെ സേവനങ്ങൾ സ്വീകരിച്ചോ, അവർ സാന്റാമോണിക്ക അടക്കമുള്ള വിവാദമായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ രേഖകൾ ശേഖരിച്ചു. ഇവർ എന്ത് കാരണത്താലാണ് ഈ എക്സാലോജിക് എന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത്, അവർക്ക് കൃത്യമായ സേവനം ലഭിച്ചിട്ടുണ്ടോ, CMRL പോലെ തന്നെ മാസപ്പടി ആണോ ഈ സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന് നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ SFIO പരിശോധിക്കുന്നത്. ഏതായാലും നിലവിൽ CMRLലെ ഉദ്യോഗസ്ഥന്മാരെ വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും അവിടെ നിന്നും ഒട്ടേറെ പ്രധാനപ്പെട്ട രേഖകളടക്കം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് SFIO. പക്ഷേ ഇനിയും SFIO CMRLലെ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുമെന്നാണ് ഒടുവിൽ അറിയുന്നത്. ഇതിനൊപ്പം തന്നെയാണ് KSIDCയിലെ ഉദ്യോഗസ്ഥരെയും മുൻ ഡയറക്ടർമാരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.